നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കിന്നിനെ നമ്മളെ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത്. ഇപ്പോൾ ഫോൺ ഉണ്ടോ, ഫോൺ ഒന്ന് എടുക്കാൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോർമൽ സംസാരിച്ച സമയമാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഇപ്പൊ സമയം. ഇപ്പൊ കറക്റ്റ് സമയം 4 കള്ളത്തരത്തിൽ കൂടെ ആണെങ്കിലും ആ ഒരു റീചാർജ് കൂപ്പണി എന്നാണ് ഇത് അറിയുന്നത്. എന്റെ അടുത്ത് വന്നിട്ട് ഒരു പരിചയമില്ലാത്ത എന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം കണ്ട ഒരു വലിയൊരു മുഷിന്ന വസ്ത്രം, നിനക്ക് ഞാനൊരു ടാലന്റ് പറഞ്ഞുതരാം, നിനക്ക് നന്നായിട്ട് മാത്സ് അറിയാം, എനിക്ക് മാത്സ് പറഞ്ഞുതരാൻ പറഞ്ഞു. സിനിമയിലൊക്കെ കാണുന്നതും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ദിവ്യൻ വരുന്നു അല്ലെ, ദിവ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഇതിന്റെ ട്രിക്സുകൾ കാണിച്ചു തന്നു. ഈ ടേബിൾ പഠിക്കുന്ന ട്രിക്സ്, ക്യൂബ് റൂട്ട്, അദ്ദേഹം ഒരു പെട്ടെന്നൊരു മെന്ററായി മാറി. അദ്ദേഹം എനിക്ക് പറഞ്ഞു തരാന്ന് വെച്ചിട്ട് എന്തോ എന്നെ അത്ര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഞാൻ പറഞ്ഞു തരാം. എക്സാം മാത്രമായി മാറിയില്ലേ നമ്മുടെ? തീർച്ചയായിട്ടും നമ്മൾ കാണാൻ പഠിച്ചിട്ട് എഴുതി വെക്കും, അല്ലാതെ ഒന്നുമില്ല. അവൻ ആ 2-3 ചാപ്റ്റേഴ്സ് 2 ദിവസം വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ എക്സാമിന് മാർക്കില്ല, അവൻ കഴിവില്ല. കാർഡ് വന്ന് ചുരണ്ടുന്നു, പെട്ടെന്ന് എനിക്ക് തോട്ട് വന്നു ആ നമ്പര് അവർ ചുരണ്ടുമ്പോ തന്നെ പഠിച്ചാലോ എന്ന്. ദൂരെ നിന്ന്, അപ്പൊ ഞാൻ പരമാവധി ദൂരെ നിന്ന് അവിടെ നിന്ന് ഒരാൾ ചുരണ്ടിയെ കാണാൻ പറ്റുന്ന അകലത്തിൽ നിന്ന്. നിലവിൽ ഞാൻ ചെന്നപ്പോ തന്നെ ഒരു ചുരണ്ടിയിട്ടും വെച്ചിട്ട് അവരോട് സംസാരിക്കുക, ആ കടയിലെ അവരുടെ പരിചയക്കാരിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഈ നമ്പർ കണ്ടിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും എനിക്ക് തോന്നിയത് പഠിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഞാൻ സ്റ്റാർ 101 അടിച്ചിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ആശടിച്ച് കോൾ ചെയ്തു. സക്സസ്ഫുള്ളി റീചാർജ് 41 പൈസ. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല, അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മറ്റേ ദിവ്യൻ വരുന്നു, എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ സാറിന്റെ കയ്യിലുണ്ട്. ഹായ്, സോ വെൽക്കം ബാക്ക് ടു വൈസ് ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയാണ്. ഞാൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. ഒരു ഹ്യൂമൻ AI-നെ നമുക്ക് കണ്ടാലോ? ജീവിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനോ റോബോട്ടോ എന്നൊക്കെ ഒരുപാട് ഹെഡിങ്ങോട് കൂടി പല പത്രങ്ങളിലും വന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഷോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മലയാളം ചാനൽസിലെല്ലാം പല റിയാലിറ്റി ഷോസിലും, പ്രത്യേകിച്ച് ഈ അടുത്ത് നടന്ന ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പതുക്കെ പറയാം. സോ ലെറ്റ് മീ വെൽക്കം ദ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റഡ്, ദ അമേസിംഗ് ഹ്യൂമൻ ബീയിങ്, മിസ്റ്റർ അജീസ് സർ, നോൺ ആസ് ദ IQ man of Kerala. So welcome to the show, sir. So happy to be a part of this. Sir നെയും കൂടി വൈസ് ടോക്സിൽ കൊണ്ടുവരാൻ പറ്റിയതിന്. സർ, ബേസിക് ക്ലീഷേ ക്വസ്റ്റ്യൻ, എങ്ങനെ IQ man of Kerala ആയി? നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. എന്താണ് IQ man of Kerala എങ്ങനെയായി? നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു തുടങ്ങാം. സത്യത്തിൽ ഈ ടാഗ് ലൈൻ വന്നത് നമ്മളെ മാധ്യമങ്ങളാണ് തന്നത്. 2010 കറക്റ്റ് പറഞ്ഞത് 2010 വരെ ഉള്ള എൻ്റെ ലൈഫും 2010 ശേഷമുള്ള ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ നോർമൽ ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. 2010 ഡിഗ്രി 2009 കഴിഞ്ഞു. പക്ഷെ എൻ്റെതല്ലാത്ത ചില കാരണങ്ങളാൽ ഡിഗ്രി ഞാൻ ഇയർ ഔട്ടായി, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ഭയങ്കരമായ ഒരു ഡിപ്രഷനൊക്കെ ഉള്ളൊരു സമയം. 2010 ശേഷം ഞാൻ ചെയ്യാത്തൊരു ചെറിയൊരു പ്രശ്നത്തിലേക്ക് ഒരു വിഷയത്തിലേക്ക് ഒരു കേസിലേക്ക് വന്നായിരുന്നു. പക്ഷെ ഞാനത് നിരപരാധത്തൊക്കെ തെളിഞ്ഞു. പക്ഷെ അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന് അങ്ങനെ ഒരു ആകെ ഒരു മാനസികമായ അവസ്ഥയിൽ പെട്ടെന്ന് എൻ്റെ ലൈഫിൽ ചേഞ്ച് ചെയ്തൊരു നിമിഷമാണ് ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിന്തിക്കുന്നതിലുപരിയായിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്, 1ാം ക്ലാസ് പഠിക്കുന്നുണ്ട്, 10ൽ പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ 2010 ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു എഡ്യൂക്കേഷൻ രീതിയുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യമാണെന്ന് കുറേ സ്കില്ലുകളാണ് ഏറ്റവും എഡ്യൂക്കേഷൻ ഏറ്റവും അനിവാര്യം എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു നിമിഷമാണ് ഈ 2010. അങ്ങനെ ഞാൻ ചെയ്ത ഒരു കുറേ ട്രെയിനിങ്ങുകളുണ്ട്. ആ ട്രെയിനിങ്ങിന്റെ ഫലമായിട്ട് എനിക്ക് വളരെ പെട്ടെന്ന് ഡിജിറ്റ് പഠിക്കാൻ പറ്റുന്ന, കാൽക്കുലേറ്റർ ഇല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നു, കലണ്ടറിലെ ഡേറ്റ് പറയാൻ പറ്റുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഇതൊക്കെ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ്. ട്രെയിൻ ചെയ്തെടുത്തതാ. അല്ലാതെ സാർ കുഞ്ഞിലെ ജനിച്ച് വന്നപ്പോ തൊട്ടേ സാർ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് ആയിരുന്നില്ല? ഓക്കെ, ഞാൻ വിചാരിച്ചത് സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ മറ്റേ ക്ലാസ് ഫസ്റ്റ് ഒന്നല്ല. 2010 ക്ലാസ് 2004 അത് ഫസ്റ്റ് ക്ലാസ് മാർക്ക്. അന്ന് മാർക്ക് സിസ്റ്റത്തിൽ പഠിച്ച ആളാ. ഫസ്റ്റ് ക്ലാസ് മാർക്കേ ഉള്ളൂ.
+2 കൊമേഴ്സ് ആയിരുന്നു. അത് 442 മാർക്ക് 600-ല്. അന്നൊക്കെ പഠിക്കാനായിട്ട് ആവറേജ് പഠിക്കും, അത്രേ ഉള്ളൂ. ഒന്നും വലിയ പഠിത്തമില്ല. അന്ന് റാങ്ക് സിസ്റ്റം ഒക്കെ ഉള്ള സമയം, 1ാം റാങ്ക് 2ാം റാങ്ക് ഒക്കെ ഉള്ള സമയം. A+ അല്ല. 2006-ലാണ് +2. കൊമേഴ്സ് ആയിരുന്നു എടുത്തത്. കൊമേഴ്സിന് ഫസ്റ്റ് ഇയറിൽ കോളേജ് ടോപ്പായിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ അതൊരു വർഷം മാത്രം ടോപ്പ് ആയത്. അങ്ങനൊന്നും പഠിച്ചിട്ടില്ല. കാര്യം നമ്മൾ മെനക്കെട്ടിരുന്ന് വായിച്ച് പഠിക്കുന്നതല്ലാതെ പെട്ടെന്ന് രീതി അറിഞ്ഞിട്ടില്ല. പക്ഷെ 2010 ശേഷം ഉണ്ടായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് എനിക്കിത് മനസ്സിലാക്കുന്നത് ഇത്രയും സ്പീഡിൽ. അത് ചെയ്യാൻ പ്രധാന കാര്യം ഒരു ഗുരുവിനെ കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് എന്റെ ഒരു യാത്രാ മധ്യയിൽ കിട്ടിയ ഒരു ഗുരു. ആ ഗുരു കിട്ടിയ അദ്ദേഹത്തിന്റെ പേര് സത്യം പറഞ്ഞ എന്നോട് പറഞ്ഞ പേരില് ഞാൻ ഇതുവരെ പിന്നെ കണ്ടിട്ടുള്ളത്. അതാണ് എന്റെ ഒരു ഏറ്റവും വലിയ നിരാശ. ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് എന്നോട് പറഞ്ഞ സാറിന്റെ പേര്. ഇപ്പൊ നേരത്തെ പറഞ്ഞ എനിക്ക് എഴുകോണാണ്, എഴുകോൺ ഇരുമ്പനങ്ങാടാണ് അന്ന് സാറിനെ കാണാൻ ഞാൻ പോകുന്നത്. ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുക. ഈ 2010 സമയത്ത് ഞാൻ ഈ കോളേജ് ഡ്രോപ്പ് ആയിട്ടതിന് ശേഷം ഞാൻ പിന്നെ തീരുമാനിച്ചത് എന്തായാലും ഒരു വർഷം എന്തായാലും കഴിഞ്ഞിട്ടേ ഡിഗ്രി എഴുതിയെടുക്കാൻ പറ്റൂ. PSC ടെസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ PSC ടെസ്റ്റിന് വേണ്ടി ശ്രമിക്കാം, പിന്നീട് ഡിഗ്രി എഴുതിയെടുക്കാന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. ആ സമയത്താണ് ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് വന്നിട്ട് ഒരു പരിചയമില്ലാത്ത എന്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം കണ്ട ഒരു വലിയൊരു മുഷിന്ന വസ്ത്രം, നിനക്ക് ഞാനൊരു ടാലന്റ് പറഞ്ഞുതരാം, നിനക്ക് നന്നായിട്ട് മാത്സ് അറിയാം, എനിക്ക് മാത്സ് പറഞ്ഞുതരാന്ന് പറഞ്ഞു. വേദഗണിതം എന്നുള്ള കേട്ടിട്ടുണ്ടെന്ന് വെച്ച്. വേദഗണിതം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നിട്ട് വെച്ച് കഴിഞ്ഞ് നിന്നെ കണ്ടെന്ന മാത്സ് പഠിക്കുന്ന ആളാണല്ലോ. പക്ഷെ ഇത് ഒരിക്കലും നമ്മളൊരു പറഞ്ഞാലും അവിശ്വസനീയമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ അവിശ്വസനീയമാണ്. സിനിമയിലൊക്കെ കാണുന്നതും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവ്യൻ വരുന്നു അല്ലെ, ദിവ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെയായിരുന്നു. അതെ, ഒരാള് വന്നിരുന്നു. അപ്പം കാഴ്ചയിൽ ഇച്ചിരി ഏജ്ഡാണ്, 77 വയസ്സ് പ്രായമുണ്ട്. ഇദ്ദേഹം എനിക്ക് കുറച്ച് നോളജ് ഉണ്ട്, ഇദ്ദേഹത്തിന് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എനിക്ക് മാത്സ് നല്ല നോളജ് ഉണ്ട്, എനിക്ക് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ BCom ആയിരുന്നു, മാത്സ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹം എന്റെ നമ്പരും വാങ്ങി. അന്ന് എന്റെ ഇരുന്ന ഫോൺ 1100 ഫോണാണ്. ഇത് കുറെ നാൾ ഞാൻ ഈ ഒരു സ്റ്റോറി പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞു, ഇപ്പൊ ഞാൻ അതിനുശേഷം ഇന്റർവ്യൂ പറയുകയാണ്. ഈ നോക്കിയുടെ 1100 ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ചു, ബസ് ഇരുന്ന് തന്നെ വിളിച്ചു. കൊല്ലത്തുനിന്ന് എന്റെ വീട് കുണ്ടറയാണ്. കുണ്ടറയിൽ പിന്നെ ഒരു 3-4 സ്റ്റോപ്പ് അപ്പുറമാണ് എഴുകോണ്, എളമ്പള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിച്ചപ്പോ ഞാൻ ഇത് സേവ് ചെയ്തില്ല. ഞാൻ വലിയ മൈൻഡ് ചെയ്തൊന്നുമില്ല ഇതിനെ. ഇദ്ദേഹം എന്തോ മാഡാണ് പറയാന്ന് പറഞ്ഞ ഞാനിത് സത്യത്തിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുമല്ലോ. ഇങ്ങനെ എന്നോട് കുറെ കാലം സംസാരിച്ചു. ഭയങ്കരമായ അറിവാണ്, അത് പ്രചരിക്കണം, നിനക്ക് പറ്റും, നീയാണ് അതിന് പറ്റിയ ആളാണെന്നൊക്കെ പറഞ്ഞൊരു വട്ടന്മാരെ സംസാരിച്ചു. അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തെ ഞാൻ എന്റെ ഒരു ഗുരുവായിട്ട് അംഗീകരിച്ച ഒരാളാണ്. ഇദ്ദേഹം എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ നമ്പർ സേവ് ചെയ്തില്ല. ഞാൻ എളമ്പുള്ള ഇറങ്ങി, അദ്ദേഹം പോയി. അപ്പൊ ഞാനിങ്ങ് വീട്ടിൽ പോയി. കുറച്ച് അടുത്ത ദിവസമായപ്പോ എനിക്ക് കോള് വരുന്നു, ഒരു നമ്പറിൽ നിന്ന് കോള് വന്നു. ഞാൻ സത്യത്തെ എടുത്തപ്പം എന്റെ അടുത്ത് ചോദിക്കുക എന്താ വരാത്തെ. അദ്ദേഹം നീ എന്താ വരാത്ത, പ്രതീക്ഷിച്ചില്ല കോളൊന്നും. ഞാൻ ഇദ്ദേഹം നമ്പർ സേവ് ചെയ്തില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത്, ചുമ്മാ മൂളിക്ക് കട്ട് ചെയ്ത്. പിന്നെ വിളിച്ച് വന്നേ പറ്റത്തുള്ളൂ, 3 പുസ്തകങ്ങളുണ്ട്, അത് നിനക്ക് വേണ്ടി അതൊക്കെ പറഞ്ഞ്. അപ്പൊ എന്തോന്ന് അറിയത്തില്ല എന്തിനാ അതിനെ വിളിക്കുന്ന. അപ്പൊ പെട്ടെന്ന് തോന്നിയ ആശം ഞാനൊന്ന് ഈ കുട്ടികൾ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഡിഗ്രി പഠിക്കുന്ന സമയം തൊട്ടൊക്കെ ഞാൻ കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷനാണ് എന്റെ പ്രധാന വരുമാനം. അപ്പൊ എന്തായാലും ഞാൻ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ കുട്ടികൾ, 10ാം ക്ലാസ് ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു കാര്യം ചെയ്യാം, പോയി നോക്കാം, എന്തായാലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കാന്ന് പറഞ്ഞ് ഞാൻ പോയി അവിടെ. ഇതാരും പറഞ്ഞിട്ടില്ല. ഇതത്ര ഒരുപാട് നാള് വേറെയും ഇല്ലാത്തൊരു, അധികം ആർക്കും അറിയില്ല. പിന്നെ ഇതിപ്പോ ഇത് അദ്ദേഹം പറഞ്ഞ റൂട്ടിൽ തന്നെ ഇത് വന്നപ്പോഴാണ് ഞാൻ ഇപ്പൊ ഇത് റിവീൽ ചെയ്തത്. അദ്ദേഹം എന്നോട് പണ്ടേ പറഞ്ഞതാ ഈ ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യപ്പെടുമെന്നും അത് ഞാൻ ഇറക്കണമെന്നുള്ളതും അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ്. ഞാൻ എന്നിട്ടും ഞാൻ ഈ 2010-നും ഞാൻ 2023 വരെ മനംബോപ്പിൽ ജീവനക്കാരനായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടൊക്കെ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഇതിനെ ഇറക്കാനോ കേട്ടോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് വെച്ചാൽ അദ്ദേഹം എന്നോട് പറയുന്നു, ഇതിന് വേണ്ടി ഒരാളുണ്ടാവും, അദ്ദേഹം ഇന്നടത്തുനിന്നുണ്ടാവും, അദ്ദേഹം വരും, അദ്ദേഹമായിട്ട് നീ ചെയ്യാവോന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിതെല്ലാം അന്ന് കേട്ട് കളഞ്ഞു.
ഇദ്ദേഹത്തിന് വീട്ടിൽ പോയി. ഓക്കെ. വീട്ടിൽ പോയ സമയത്ത് ഇദ്ദേഹം എഴുകൂടെ ഇറങ്ങിയിട്ട് നടക്കണം. അവിടെ അന്ന് ഇരുമനങ്ങാടുന്നൊരു അകത്തൊരു സ്ഥലമാണ്, ബസ്സൊന്നുമില്ല. നടന്ന് ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നിന്നപ്പം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടാ, ഒരു കമ്പോസ്റ്റ് കുളമൊക്കെ ഉണ്ട്. അപ്പൊ അതിനടുത്ത് നോക്കിയപ്പം ഒരാള് ഇന്ന് കൃഷി ചെയ്യുന്നു. അപ്പൊ ഞാൻ സാറിനെ കണ്ടത് ഇദ്ദേഹം തന്നെ. അപ്പൊ ഞാൻ പെട്ടെന്ന് സാറിനെ വിളിച്ചത്, കാര്യം അധ്യാപനം എന്ന രീതിയിൽ എന്നെ അകത്ത് കയറ്റിയെടുത്തിപ്പോ ഒരു 2-3 തകര കസേരയും മറ്റേ പഴയ ഇല്ല മടക്കി നോക്കുന്ന ഇരുമ്പ് കസേരയാ അത് ഇരിക്കുന്നത്. ഒരു പെട്ടി ഇരിപ്പുണ്ട്, കുറെ ഷർട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഉലുവയിട്ട വെള്ളം വന്ന് കുടിക്കാൻ. വേറെ ആരുമില്ല വീട്ടിൽ? ഇല്ലല്ല, അതേ ഉള്ളു. എന്നിട്ട് എന്നെ പറഞ്ഞ് പഞ്ചസാര ഇട്ടൊന്നും വെള്ളം കുടിക്കരുത്, അതൊന്നും ദാഹം തീർക്കത്തില്ല, ഉലുവയിട്ട വെള്ളം അല്ലെങ്കിൽ ജീരക ഇട്ട വെള്ളമൊക്കെ കുടിക്കാവെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കയ്പുമായിരുന്നു. പിന്നെ ഇദ്ദേഹം വേദിക് മാത്സ്, ട്രഡീഷണൽ മാത്സ്, ഗണിതസാര സംഗ്രഹ, ലീലാവതി, ബീജഗണിതം ഒക്കെ എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ എനിക്കിത് മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. അല്ല, മലയാളത്തിൽ നമ്മളിപ്പോ സംസാരിക്കുമോ, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം എനിക്ക് ഇതിന്റെ ട്രിക്സുകൾ കാണിച്ചു തന്നെ. ഈ ടേബിൾ പഠിക്കുന്ന ട്രിക്സ്, ക്യൂബ് റൂട്ട്, മെന്ററായി മാറി. ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തരാന്ന് വെച്ചിട്ട് എന്തോ എന്നെ അത്ര ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾക്കിപ്പോ നല്ല നല്ല ഭയങ്കര സൂപ്പർ ട്രിക്കുകൾ, ഇത് കുട്ടികൾക്ക് വളരെ എളുപ്പം. ഞാനപ്പോ ചിന്തിച്ചു ഇതൊക്കെ കൊച്ചിയിലെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ പറയാം, എനിക്കിത് എന്തിനാ പറഞ്ഞത്, പറയാം നീ ഇത് പറഞ്ഞു കൊടുക്കണം, നിനക്കിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിനക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് ഇരിക്കുന്ന 3 പുസ്തകങ്ങളിൽ ഒന്ന് പ്രാചീന വേദകാലഘട്ടത്തിലെ ഓർമ്മശക്തി നിലനിർത്തുന്ന കാര്യങ്ങളെ പറ്റിയും, കാജപ്രാപ്തി, നയന വിസ്തൃതി, ലോപനസ്ഥ, അതിലെ ടോപ്പിക്കുകളൊക്കെ ഇതാ. ഒരിടത്തും ഞാനത് കേട്ടിട്ടില്ല. സംസ്കൃത കണ്ടിട്ടുണ്ടോ? ഇല്ല, അതിന് മുമ്പും കണ്ടിട്ടില്ല, പിന്നെയും കണ്ടിട്ടില്ല. കാര്യം ആ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് തന്നപ്പം ഞാനത് വാങ്ങിയില്ല. കാര്യം അത് 3 സംസ്കൃത ഗ്രന്ഥങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് സംസ്കൃതം അറിയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എടുത്ത് പറഞ്ഞു, എനിക്ക് ഞാൻ തന്നെ എല്ലാം പറഞ്ഞു തരും, നീ പഠിക്കാതെ പോകണ്ടെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം എനിക്ക് തന്ന നോളജുകളാണ് ഈ നയന വിസ്തൃതി, അനാപാനസതി, കായോത്സർഗം, ഒരുപാട് ടൈമുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ആൾക്ക് ഇതല്ല. ഇതിന്റെയൊക്കെ ബെനിഫിറ്റുകൾ പറഞ്ഞു തന്നെ. ഈ ഫോട്ടോഗ്രാഫി മെമ്മറി എന്ന് പറയുന്നത്, അത് ഞാനിപ്പം ഒരുപാട് ഷോസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒറ്റ സെക്കൻഡിൽ സാധനം നോക്കിയിട്ട് പഠിക്കുന്ന ഒരു വിദ്യയുണ്ട്. അതിന് ട്രെയിനിങ് മെത്തേഡാണ് ഈ നയന വിസ്തൃതിക്കകത്തേക്ക് വരുന്നത്. പിന്നെ മെഡിറ്റേഷൻ, ത്രാടക മെഡിറ്റേഷൻ, ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ എനിക്ക്, എങ്ങനെ ചെയ്യണം, രാവിലെ ഉണരുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നെ. അപ്പൊ ഇതെല്ലാം കേട്ടപ്പം ഞാൻ ചെയ്തു നോക്കാന്ന് പറഞ്ഞു വിചാരിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കര നോളജ്, ഇൻട്രസ്റ്റിംഗ് ആയി, ഭയങ്കര നോളജ്. ഞാൻ കേൾക്കാത്ത കുറെ കാര്യങ്ങൾ, സ്കില്ലിന് പ്രാധാന്യം കൊടുക്കണം, എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രധാനം സ്കില്ലാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞൊരു അധ്യാപകൻ അദ്ദേഹമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഫുൾ A+ കിട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതല്ലാതെ എന്താണ് ഒരു സ്കിൽ എന്നുള്ളത് കണ്ടെത്തണം. പല കുട്ടികൾക്ക് പല സ്കില്ലാണ്. ഓർമ്മശക്തി അളക്കുന്ന ഒരു എക്സാം മാത്രമായി മാറിയില്ല നമ്മുടെ. തീർച്ചയായിട്ടും നമ്മൾ കാണാൻ പഠിച്ചിട്ട് എഴുതി വെക്കുന്നു, അല്ലാതെ ഒന്നുമില്ല. അവൻ ആ 2-3 ചാപ്റ്റേഴ്സ് 2 ദിവസം വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ എക്സാമിന് കഴിവില്ലാത്തവനായി, അല്ലാതെ ഒന്നും അല്ലല്ലോ. ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, മാത്സ് പഠിക്കാത്തൊരു കുട്ടി ഒരിക്കലും മന്ദബുദ്ധിയല്ല, കണക്ക് പഠിക്കാത്തതൊരു അവന്റെ പ്രശ്നമല്ല. ഓരോ കുട്ടികൾക്ക് ഓരോ സ്കില്ലാണ്. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത് PS ടെസ്റ്റ് എഴുതാൻ പോയത് എങ്ങനെയായിരുന്നു, സച്ചിനെ കളിക്കാൻ വിട്ടുകൊണ്ട് വലിയ കളിക്കാരനായി എന്ന് പറയുന്നതിലൂടെ ഓരോ കുട്ടികളും സ്കിൽ അറിഞ്ഞൊന്നും നമ്മൾ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെ വാല്യൂ അഡീഷൻ ആയിട്ട് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നു. ഞാനങ്ങനെ തിരിച്ച് വീട്ടിൽ പോന്നു. എന്നോട് പറഞ്ഞത് ആരോടും പറയരുതെന്ന്. ഞാനത് എനിക്ക് പറഞ്ഞ പറയാനൊരു മടി. അല്ലല്ല, എനിക്ക് പറയാനൊരു മടി. ഞാനെന്ത് അടുത്ത ദിവസം പുള്ളിയെ കാണാൻ പോയി. ഒരു ദിവസം കൊണ്ടല്ല ഈ നോളജ് പറഞ്ഞു തന്നത്. കുറെ കാലം നമ്മളിരുന്ന് എന്നെ പഠിപ്പിക്കുന്ന കണക്ക് ഞാൻ അടുത്ത ദിവസം ബുക്ക് കൊണ്ടുപോയി ഇന്ന് പഠിക്കാൻ തുടങ്ങി. ഈ നയന വിസ്തൃതി, ലോപനസ്ഥവും, ഭാഷ രൂപീകരിക്കുന്ന രീതി, ഭാഷ പഠിക്കുന്ന രീതി എങ്ങനെയാണ്, കലണ്ടർ, ടൈം, ഇങ്ങനെയൊക്കെ ഇതെല്ലാം എങ്ങനെയാണെന്ന് നമ്മളെ ശരീരത്തിലെ ഓരോ സെൻസ് ഓർഗൻസിന്റെ ഒക്കെ പവർ, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു കാര്യം. ഒരു ഉച്ചവരൊക്കെ ഇരിക്കും, ചിലപ്പോൾ 2 മണി, രാവിലെ 10 മണിക്ക് വന്നാൽ 2 മണിക്ക് ഇരിക്കും. ഞാൻ അവിടെ നിന്ന് കഴിക്കത്തൊന്നുമില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഗോപാലകൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹം സർവകലാശാലയാണ്, കാലടി സർവകലാശാലയുടെ അവിടുത്തെ ജീവനക്കാരനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാനിതൊന്ന് അന്വേഷിക്കാൻ അറിവുള്ള ഒരു വ്യക്തി ജസ്റ്റ് ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ പക്ഷെ ഒറിജിനൽ ആണെന്ന് അറിയാത്ത വിശ്വസിക്കാൻ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. റിട്ടയർഡ് ആണെന്ന് പറഞ്ഞിട്ടോ, റിട്ടയർഡ് ആണ്, 10-77 വയസ്സ് പ്രായം ഉണ്ടെന്നും പറഞ്ഞു. ആരുമില്ല വീട്ടില്. വീടിനടുത്തെന്ന് പറഞ്ഞാൽ ഈ കമ്പോസ്റ്റ് സ്ഥലമാണ്. ആ സ്ഥലത്തിനടുത്തൊന്നും വീടില്ല. പിന്നെ കുറച്ച് വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കത്തായി വീടിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ചെറിയൊരു ഓർമ്മയുണ്ട്. കുറെ നാളായി പോയിട്ട് അവിടെ
ഇതിനുശേഷം ഞാൻ ഒരു 6-7 ദിവസം പോയിട്ട് ഞാൻ പിന്നെ എനിക്ക് എന്തോ ഒരു തിരക്ക് വന്നത് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് അതിനടുത്ത ദിവസം ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫിന്റെ കല്യാണമാണ്. 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതിയാണ് കല്യാണം. എനിക്ക് ആ ഡേറ്റ് ഞാൻ ഇത് ഓർക്കാൻ അന്നാണ് എനിക്ക് ആദ്യമായിട്ട് എന്റെ ലൈഫ് ഒരു പെട്ടെന്ന് എന്തോ ഒരു ഫീൽ ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഞാനിതുവരെ ചിന്തിക്കാത്ത രീതിയിലൊക്കെ എനിക്ക് മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു തന്ന നോളജുകള് ഞാൻ രാവിലെ എണ്ണിച്ച് അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഒരു 3-4 മണിയാകുമ്പോൾ എണ്ണിച്ച് ഈ മെഡിറ്റേഷൻ പ്രാണായാമം ഒക്കെ ചെയ്ത് 3-4 മണിക്ക് എണ്ണിച്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞതൊക്കെ ചെയ്യാലോ. അപ്പൊ രാവിലെ ഇരുന്ന് പഠിക്കാം. പഠിച്ചതിന് ശേഷം ഞാൻ ഇത് നോർമൽ PSC ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ടെസ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റാ. ഇദ്ദേഹത്തെ കണ്ടതിന് ശേഷം പിന്നെ ഭയങ്കര ഫാസ്റ്റാ. ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്നതും ഇതിന്റെ ട്രെയിനിങ് ഞാൻ ചെയ്തു തുടങ്ങി ആ സമയത്തൊക്കെ. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കി, ഇത് നല്ലതാണ്, കൊള്ളാം, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉള്ളു. ഒറ്റ ദിവസം കൊണ്ട് ആയിട്ടില്ല. അങ്ങനെ സമയത്താണ് ഈ ഒരു അദ്ദേഹത്തെ കണ്ടന്റ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം വരുന്നത്. ഞാൻ പിന്നെ അദ്ദേഹത്തെ അങ്ങ് വിട്ട്. അദ്ദേഹം പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. 8 ദിവസം അടുപ്പിച്ചു പോയി. ഈ കല്യാണത്തിന് വന്ന് എന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫാണ് ഇവര്. അപ്പം ആ ദിവസം വേണൂസ് എന്ന സ്ഥാപനത്തിന്റെ പേര്, അവിടുത്തെ സ്റ്റാഫിന്റെ കല്യാണം കൊണ്ട് ഉച്ചക്കാണ് എനിക്ക് ട്യൂഷൻ വന്നത്. ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പൊ അന്ന് ഈ കുട്ടിയുടെ കല്യാണം ആയതുകൊണ്ട് ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞു അവിടെ. അപ്പം എനിക്ക് ഡൗട്ട് ഒരു ക്ലാസ് ഉണ്ടോന്ന്. അപ്പം ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കിയപ്പോൾ ഫോണിൽ ബാലൻസ് ഇല്ല. അപ്പൊ എന്റെ ആകെ ഒരു 10 രൂപ ഉള്ളു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകിൽ ഈ ഇളമ്പുള്ളി അടുത്ത സ്ഥലമാണ് ഈ സ്ഥാപനം, ആശുപത്രി മുക്കെന്ന് പറയും. അന്ന് വാഹനത്തില് വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്. എനിക്ക് വണ്ടിയില്ല. അപ്പം അങ്ങോട്ട് പോയാൽ 5 രൂപ, തിരിച്ചു വന്നാൽ 5 രൂപ. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള പൈസയേ ഉള്ളു. ക്ലാസ് ഇല്ലെങ്കിൽ ഈ ഉള്ള 10 രൂപ പോകും. 2010 ഈ 10 എന്ന് പറഞ്ഞിട്ട് നല്ല പൈസയാണ്. അപ്പൊ ഈ 10 രൂപ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ 10 രൂപ കളയണ്ട, ഫോൺ എടുത്ത് വിളിക്കാൻ നല്ല ഫോണിൽ പൈസ ഇല്ല. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് കൺഫ്യൂഷനായി. ഒന്നെങ്കിൽ പോണം, അല്ലെങ്കിൽ ഈ കാർഡ് മേടിച്ച് റീചാർജ് ചെയ്ത് വിളിക്കണം. അപ്പൊ അങ്ങനെ 2 കൺഫ്യൂഷൻ എടുക്കുന്ന സമയത്താണ് നമ്മളെ അമ്പലത്തിന്റെ സൈഡിൽ തന്നെ ഉള്ള റീചാർജ് കടയെടുത്ത് ചെന്നപ്പം അവിടെ ഈ കോയിൻ ബൂത്ത് ഉണ്ട്, 1 രൂപ. ഇപ്പൊ അതൊന്നും ഇല്ല. പണ്ട് ഈ 1 രൂപ ഇങ്ങനെ വിളിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഞാനത് വെയിറ്റ് ചെയ്ത സമയത്താണ് ഒരു ലേഡി കാർഡ് വന്ന് ചുരണ്ടുന്നത്. പെട്ടെന്ന് എനിക്ക് തോട്ട് വന്ന് ആ നമ്പര് അവർ ചുരണ്ടുമ്പോ തന്നെ പഠിച്ചാലോ എന്ന്, ദൂരെ നിന്ന്. അപ്പൊ ഞാൻ പരമാവധി ദൂരെ നിന്ന് അവിടെ നിന്ന് ഒരാൾ ചുരണ്ടിയെ കാണാൻ പറ്റുന്ന അകലത്തിൽ നിന്ന്. നിലവിൽ ഞാൻ ചെന്നപ്പോ തന്നെ ഒരു ചുരണ്ടിയിട്ടും വെച്ചിട്ട് അവരോട് സംസാരിക്കുക. ആ കടയിൽ അവരുടെ പരിചയക്കാരിയാ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഈ നമ്പർ കണ്ടിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും എനിക്ക് തോന്നിയത് പഠിച്ചിരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളു. എന്നിട്ട് ഞാൻ *101 അടിച്ചിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഹാഷ് അടിച്ച് കോൾ ചെയ്തു. സക്സസ്ഫുള്ളി റീചാർജ് 41 പൈസ കിട്ടിയില്ല. എനിക്ക് കയ്യിൽ നോക്കിയപ്പോ ചാർജ് ആയി. നമ്മൾ നല്ല സൂപ്പർ പരിപാടി. ഞാൻ വിളിച്ചു ചോദിച്ചു. ഞാൻ അവരെ നോക്കുമ്പോ അവർ സംസാരിച്ചോണ്ടിരിക്കുക. അവർ കിട്ടിയില്ല. അത് പിന്നെ രസമായി. കാര്യം എന്ന് വെച്ചാല് ഞാനിത് വിളിച്ച് ട്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോയി ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ അവരോട് ഈ കാര്യം പറയാം. എനിക്കൊരു അതിശയം പോലെ തോന്നി. നല്ല ദൂരത്ത് നിന്ന് വായിക്കാൻ പറ്റും. എനിക്ക് ഒരു നല്ല അകലത്തിൽ നിന്ന് ഒരു 3-4 മീറ്റർ അകലേക്ക് നിന്നത് കാണാൻ പറ്റി. അപ്പോഴാണ് മനസ്സിലായി എനിക്ക് നല്ല കണ്ണിന് നല്ല കാഴ്ച കിട്ടുന്നുണ്ടെന്നില്ല. ആ ഒരു റീചാർജ് കൂപ്പണിൽ നിന്നാണ് ഇത് അറിയുന്നത്. ഇല്ലല്ല, ഞാൻ അവിടെ ഒന്നും വിട്ടില്ല. നേരെ സ്ഥാപനത്തിൽ പോയി അവിടെ ചെന്ന് സംസാരിച്ചു സാറിനോട്. സാർ ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്, ഹരി എന്ന് പറഞ്ഞ നമ്മുടെ അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പൊ അവനോട് പറഞ്ഞപ്പോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചുമ്മാതെ എന്നാ എനിക്ക് കൂടെ ചാർജ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാന്നല്ലോ, ചാർജ് ചെയ്യല്ലേ, നമുക്ക് ഇറങ്ങാണെന്ന് പറഞ്ഞ് ബൈക്ക് എടുത്ത് അവന് ബൈക്കുണ്ട്. ഞാനും അവന്റെ പുറകെ എടുത്തിട്ട് ഒരു കടയിൽ റീചാർജ് കടയിൽ പോയി വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. ഈ നമ്മളിരിക്കുന്ന കണക്ഷൻ തന്നെ വരണ്ടേ. അന്ന് ഈ എല്ലാരും കൈ കൊണ്ട് ചുരണ്ടത്തില്ല, ഈ വാഷറോ ഒരു നാണയം വെച്ച ചുരണ്ടോ, ക്യാൻസർ പേടിച്ചിട്ട്. അപ്പൊ നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് കാർഡ് മേടിച്ച് ചുരണ്ടി ഉടനെ നമ്മൾ നോക്കിയിട്ട് ഒരിക്കലും ഞാൻ അടുത്ത് നിന്ന് അടിച്ചിട്ടില്ല. എനിക്ക് ഈ സ്കിൽ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് 2 കള്ളന്മാര് മറ്റുള്ളവര് റീചാർജ് ചെയ്യുമ്പോ ബാക്കിൽ നിന്ന് നോക്കി ഇത് ചുരണ്ടി കഴിഞ്ഞ ഉടനെ തന്നെ നോക്കിട്ട് ഇറങ്ങി അടിച്ചു നോക്കി ആശ അടിച്ച് കോൾ ചെയ്യും. ഒരു തവണ ജസ്റ്റ് കണ്ടുപോയി അപ്പോഴേ ചെയ്യും കിട്ടുന്നു. അപ്പൊ അവൻ പറഞ്ഞ അടിപൊളി, നമുക്ക് റീചാർജ് ചെയ്യണ്ട പരിപാടി. ഒരു ഉച്ച സമയപ്പോഴേക്ക് എനിക്ക് കോള് വന്നു.
കസ്റ്റമർ കെയർ ചെയ്യുന്നത്. കാര്യം നമ്മൾ ഈ കാർഡ് മേടിച്ച് ചുരണ്ടുമല്ലോ, ഇവർ കിട്ടാത്ത ഒരു കടയിൽ ചെന്ന് കൊടുക്കുമല്ലോ, ഇത് ഈ കിട്ടിയില്ലെന്നും പറഞ്ഞു. അപ്പൊ ഇവര് കസ്റ്റമർ കെയർ വിളിക്കുമ്പോൾ ഇത് ഓൾറെഡി ഇന്ന നമ്പർ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 5-6 അങ്ങനെ അടുപ്പിച്ചൊക്കെ ചെയ്തായിരുന്നു. അവര് ഏത് ഇളമ്പുള്ളി ഫ്രണ്ട്സ് തപ്പ ആര് കാർഡ് മേടിച്ച് ചുരണ്ടി ചാർജ് ചെയ്യുമ്പോഴും കിട്ടുന്ന എനിക്ക്. അപ്പൊ ഇവര് സ്ഥിര പരിപാടിയാക്കി അന്ന് 2 ദിവസം അടുപ്പിച്ചൊക്കെ ചെയ്ത്. ഏകദേശം എത്ര രൂപയ്ക്ക് ഇതുപോലെ നമ്മൾ 400 രൂപയ്ക്ക് ചെയ്തു. പക്ഷെ നമ്മൾ ആ സമയത്ത് അറിയില്ലല്ലോ, നമ്മളെ ചിന്ത നമുക്ക് ഇത് കിട്ടുന്നില്ല, നമ്മളിത് പെട്ടെന്ന് ചിന്തിക്കുന്നത് റീചാർജ് ചെയ്യപ്പെടുന്ന എനിക്ക് പറ്റും, എനിക്ക് റീചാർജ് ചെയ്യപ്പെടുന്ന നമ്പർ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഒറ്റ നോട്ടത്തിൽ കാണാതെ പഠിക്കുന്നുള്ളത് ചിന്തിക്കുന്നില്ല, പെട്ടെന്ന് കിട്ടുന്ന നമ്പര്. അപ്പം അടിക്കുന്ന സമയത്ത് പോലും നമ്മളെ ഇത് നമ്പര് ഊഹം പോലെ വരുന്നത്, ശരിയാവണമെന്നില്ല. അടിച്ചു കഴിഞ്ഞാൽ ആശടിക്കുമ്പോഴാണ് റീചാർജ് ആകുന്നത്. അപ്പൊ എനിക്ക് സംശയം, ഇനി ഞാൻ അടിച്ചതാണ്ടാണോ, ഞാൻ നമ്പർ പഠിച്ചതാണോ, എഗെയിൻ ചെയ്ത് നോക്കി. അങ്ങനെ ഈ കോൾ വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മൾ അവിടുത്തെ ഒരു ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളെ ഫോണിൽ അനന്ത് കഥാമ ചാർജ് ആവുന്നുണ്ട്, അത് ശരിയല്ല, നിർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അവര് നമ്പർ കാണുമ്പോ പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഉപദേശിച്ച് വിട്ടതേ ഉള്ളല്ലേ? അല്ല, അവര് കാർഡ് ചുരണ്ടി അവർക്ക് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാർഡ് ചുരണ്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇത് ചെയ്യുന്ന കാണിച്ച വിശ്വസിക്കാമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചുരണ്ടി കാണിച്ച് മാറ്റി, ഇങ്ങനെ ചുരണ്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് മാറ്റി ചെയ്യാൻ പറഞ്ഞു. ചെയ്താ നീ പറഞ്ഞ് വിശ്വസിക്കാം, അല്ലെങ്കിൽ നീ ഏതോ ട്രിക്ക് ഉപയോഗിച്ചാണ് ചെയ്തെന്ന് മനസ്സിലായി. ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. പഠിക്കാൻ പറ്റി. അപ്പൊ അവര് പറഞ്ഞത്, നിങ്ങൾക്കത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കണ്ണി കണ്ടു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവരുടെ പറഞ്ഞ്, എന്റെ കൺമുന്നിലൂടെ കണ്ട് ഞാനത് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതിനുശേഷം ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്നാണ് ഓർത്തത് ഇദ്ദേഹത്തോട് ഈ കാര്യം പറയാന്ന്. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ എന്ന്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന്, ഇതൊരു 4 ദിവസം അങ്ങ് പോയി. ചെന്നപ്പോ അവിടെ ആരുമില്ല. ശരിക്കും അവിടെ പോയി ഞാൻ ആ പരിസരത്ത് അന്വേഷിച്ചപ്പം ഗോപാലകൃഷ്ണൻ വരെയുള്ള ആരും അവിടെ താമസിച്ചിട്ടില്ല. അവിടെ മറ്റേ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ, വേറെ ആരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ അവിടെ ചോദിച്ചു, പരിസരത്ത് തിരക്കി. ഞാൻ 2011 സമയങ്ങളിൽ 10 സമയങ്ങളിൽ തന്നെ സർവകലാശാലയിൽ തിരക്കി, എന്റെ പരിചയത്തിൽ തിരക്കി. അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മറ്റേ ദിവ്യൻ വരുന്നു, അല്ല, ഒന്നെങ്കിൽ എന്റെ വിശ്വാസം അദ്ദേഹം ആ പേര് പറഞ്ഞത് തെറ്റായിട്ടായിരിക്കാം. 2 അദ്ദേഹം ഇനി അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്യേണ്ടെന്നുള്ളതായിരിക്കാം. ഒന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താണ്. ആ വീട്ടിൽ പോയി വീട് അടച്ചിട്ടേക്കുവായിരുന്നു. വീട്ടിൽ ആരും ഇല്ല. അന്നേ ഞാൻ പറഞ്ഞു, അദ്ദേഹം മാത്രമേ ഉള്ളൊരു വീടാണ്. അദ്ദേഹം ഒരു 10 പക്ഷെ അദ്ദേഹം ഒരു യോഗിയുടെ ലുക്കാണ്. യോഗി എന്ന് പറയുമ്പോൾ വളരെ സ്കെൽറ്റ് ശരീരം, വളരെയധികം ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു. അന്നത്തെ കാലം ആയതുകൊണ്ട് ഒരു ഫോട്ടോ പോലും എടുത്ത് വെക്കാൻ നമ്മളിരുന്ന ഫോൺ നമ്മ സെൽഫി കാലമായിരുന്നു. പൺമണ്ടവൾസിയുടെ ഫോണല്ലേ നമ്മളിരിക്കുന്നത്, ടോർച്ചിന്റെ സെറ്റാ. അന്നെന്ന് പറഞ്ഞ ഈ ഫോണൊക്കെ അത്ര ആൻഡ്രോയിഡ് ഒന്നും അത്രയും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു വ്യക്തി മഞ്ഞുപോയി. ആ വ്യക്തിയെ തന്ന പുസ്തകമാണ് ഏറ്റവും പ്രശ്നം. അന്നത് വാങ്ങിയില്ല, ടെക്സ്റ്റ് ബുക്ക്. അതിലെ നോളജുകളെ എനിക്കിത് എനിക്ക് അദ്ദേഹം തന്ന ട്രെയിനിങ്ങിനകത്തുനിന്ന് ചെയ്തു തുടങ്ങിയപ്പോ തന്നെ ഒരു മാറ്റം ഉണ്ടായത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ എഴുതണം എന്നൊക്കെ ആഗ്രഹം വന്ന് ബുക്കും കൂടെ ചോദിക്കാന്ന് പറഞ്ഞ വന്നത്. ബുക്കും ഇല്ല, അദ്ദേഹം ബുക്കിന്റെ ചെറിയൊരു ഫ്രാക്ഷൻ അല്ലേ അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ, ഇനി ഒരുപാട് പഠിപ്പിക്കാനുണ്ടായിരുന്നു. ആകെ 6-7 ദിവസം നമ്മളെ ബുക്കിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പറയുന്ന നോളജിനകത്തുള്ള അന്ന് എഴുതിയ കുറെ നോളജുകൾ ഞാൻ വെച്ചിരുന്നു. ന്യായന വിസ്തൃതിയും ലോപനസ്ഥവും കാജപ്രാപ്തിയും നമ്മളെ മന്ത്രോച്ചാരണം, ഈ ഫ്രീക്വൻസി നമ്മൾ അതാണ് ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചത്. ഫ്രീക്വൻസിയിലൂടെ നമുക്ക് ബ്രെയിനിനെ എന്ത് ചെയ്യാം, ഷാർപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് ഭ്രമരി പ്രാണായാമത്തിൽ ചെയ്യുന്നത്. ഭ്രമരി പ്രാണായാമം ചെയ്യുന്നത് ബ്രെയിനിന് വേണ്ടിയുള്ള. അദ്ദേഹം അത് എനിക്ക് കിട്ടിയ നോളജ്. യോഗ പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഭ്രമരി പ്രാണായാമത്തിന്റെ പ്രാധാന്യത്തെ. ഈ ഓട്ടിസം പോലും നമുക്ക് എന്ത് ചെയ്യാം. അല്ല, ആ നോളജുകൾ എന്റെ ഉണ്ട്. അതിന് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനെ കണ്ടിന്യൂ തീരുമാനിച്ചു. പൂർണ്ണമായിട്ട് കണ്ടിന്യൂ ചെയ്തില്ല. ഞാൻ രാവിലെ ശീലിച്ചു. ഫുൾ ഫോക്കസ്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളിൽ സത്യത്തിൽ ഈ ഓട്ടിസം മാറ്റാൻ പറ്റും, കൃത്യമായ ഫ്രീക്വൻസിയിലാണെങ്കിൽ. കൃത്യമായ പ്രായം എന്നില്ല,
ഇല്ല, ഒരു ഫ്രീക്വൻസിയിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്താൽ നമ്മൾ ബ്രെയിനിൽ അത് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെയും ഒരു തെളിവ് വന്നിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ എന്തിനും സിനിമയ്ക്കകത്ത് ഈ സൗണ്ട്സിന് ഫ്രീക്വൻസിക്ക് ഭയങ്കര ശക്തിയാണ്. അത് എന്തിനും സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഒരു ടേപ്പ് റെക്കോർഡിനകത്ത് പാട്ട് കൂട്ടിയിടുമ്പം അത് ഐശ്വര്യ റായി പഠിക്കാൻ പറ്റത്തില്ലെന്ന് പരാതി പറയുമ്പോൾ രജനീകാന്ത് വന്നിങ്ങനെ കുറെ നേരം നോക്കി കഴിയുമ്പോൾ ഈ ടേപ്പ് റെക്കോർഡർ മാക്സിമം വോളിയം കൂട്ടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്ന രംഗം കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാം നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു ഫ്രീക്വൻസി നമ്മളിവിടെ ജീവിക്കുന്നത്. ഈ ബോർഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസി ഉണ്ടാവണം. സത്യത്തിൽ ഇപ്പൊ ഇവിടെ പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന എന്താ, ആ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ്. റേഡിയോ വെച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത പാട്ട് കേൾക്കത്തില്ലേ, ഇവിടെ പാട്ടില്ലേ? ചിന്തിച്ചാൽ മതി. അത് ചിന്തയിലപ്പുറമാണ്. ഇവിടെ ഓൾറെഡി ഇവിടെയൊക്കെ മൈൻഡ് ബ്ലോയിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറെ കൂടെ എന്താ പറയാ, എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ സാറിന്റെ കയ്യിലുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഐക്യമാൻ എന്ന പേരുടെ കാര്യം അന്ന് ഇതിനകത്ത് അന്ന് ന്യൂസ് പേപ്പറിലെല്ലാം വാർത്ത വന്നത് ഈ നമ്പർ മെമ്മറൈസ് ചെയ്തപ്പം ഞാൻ ഇതിന്റെ ഡെപ്ത് നോക്കി. 100 നമ്പർക്ക് മെമ്മറൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുട്ടികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അവരെ കയ്യിലെടുക്കാൻ തുടങ്ങി. അപ്പൊ അവര് കാണിക്കുമ്പോ അവര് അതിശയിക്കും. എങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് ഇങ്ങനെ ഒരു അവതരണം ചെയ്യാനായിട്ട്? ഞാൻ പഠിപ്പില്ല, സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് ട്യൂഷൻ ക്ലാസ്സിൽ വേണൂസ് അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, കുട്ടികളുടെ പറയും നിങ്ങൾ ഡിജിറ്റ് എഴുതിയിട്ടിട്ട് പറയും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ അന്ന് തൊട്ടേ ഞാൻ ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഇത് പറയാൻ അവസരം ഞാൻ ഒരുപാട് ഷോസുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഷോസിലുപരി എഡ്യൂക്കേഷന് വേണ്ടി മാത്രം, ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്റെ ലക്ഷ്യം കുട്ടികൾക്ക് ഇതെങ്കിലും കൊടുക്കാന്നുള്ള ആഗ്രഹമായിരുന്നു അന്ന്. അതെ അതെ, അവരെ സ്കില്ലുകൾ വളർത്തിയെടുക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് കൊടുക്കുക. എനിക്കതൊരു 21 വയസ്സായപ്പോൾ ഇത് കിട്ടുന്നത്. എനിക്കിപ്പോ അന്ന് ഡിഗ്രി ഞാൻ പിന്നെ എഴുതിയെടുത്തു. പിന്നെ എന്റെ വീട്ടിലൊക്കെ പറഞ്ഞപ്പോ ഒരു വാവ് ആയോ? ഇല്ല, വീട്ടിൽ അത്രയും ജസ്റ്റ് അവർക്ക് വലിയ ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഈ ഡിഗ്രി പോയ കാര്യം പോലും എന്റെ വീട്ടിലധികം അന്ന് അറിയില്ലായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കോളേജിൽ ഇയർ ഔട്ട് ആയെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇത് ചെയ്ത സമയത്ത് ഈ സ്കൂൾ കുട്ടികളുടെ അടുത്ത് ചെയ്ത സമയത്ത് ഇവർക്ക് ഒരു വാ ഫാക്ടർ ഉണ്ട്. അടിപൊളി, എല്ലാരും കൈയടിക്കുന്നു. പിന്നെ മാജിക് ട്രിക്ക് കാണിക്കുന്ന പോലെ. പിന്നെ മാത്സ് പഠിപ്പിക്കുന്നതിനകത്ത് എനിക്കൊരു ശൈലി വന്ന് ഇദ്ദേഹത്തിന്റെ ക്ലാസിന്റെ ശൈലി അവിടെ അവതരിപ്പിച്ച് എനിക്കപ്പം എങ്ങനെ എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ഷോർട്ട് കട്ട്സിലൂടെ. നമ്മൾ ഈ ലീപ് ഇയർ കണ്ടുപിടിക്കാൻ PSC ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന പോലെ PSC ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഈ മാത്സ് ഒരു ലാംഗ്വേജ് ആണ്. അദ്ദേഹം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ആ ലാംഗ്വേജ് കൃത്യമായിട്ട് കിട്ടുന്ന കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതിനെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് കുട്ടികളിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇത് എല്ലാ സ്കൂളുകളെയും ഇതാ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, സ്കൂളിൽ ടീച്ചർമാര് പഠിപ്പിക്കുന്ന രീതിയിലേ പഠിച്ചാലേ മാർക്ക് കൊടുക്കത്തുള്ളൂ എന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിലുപരി ഇപ്പൊ ഞാൻ ചോദിച്ചില്ല, ഇപ്പം 2ാം ക്ലാസ്സിലാണ് ടേബിൾ പഠിക്കുന്നത്, 10 പേരുടെ ടേബിൾ പഠിപ്പിക്കും. പക്ഷെ നമുക്ക് 100 ടേബിൾ പഠിക്കാൻ പറ്റും. 5ാം ക്ലാസ്സിലാണ് ഞാൻ ഹിന്ദി പഠിച്ചത്, എന്റെ മോൻ LKG പഠിച്ചു. നമുക്കിവിടെ തമിഴ് പഠിക്കാൻ പറ്റും. നമ്മളെ ബ്രെയിനിനെ മാക്സിമം കപ്പാസിറ്റിയോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. എക്സ്പോഷർ നമുക്ക് കിട്ടണം. വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച പാട് നമുക്കറിയാം. എഴുന്നേറ്റ് നിന്ന് ചോദിക്കായിരുന്നു, നീ ഇനി അടുത്ത 6ന്റെ പറ, നീ ഇനി 8ന്റെ പറ. 9 ഒക്കെ വന്നാൽ നമുക്ക് ഈസി ആയിരുന്നു. 9 ഈസിയാ, 2ഉം 3ഉം ഒക്കെ ഈസി. അല്ല, നമ്മളിത് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ ജെനസിസും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി 2 എക്സസൈസ് ഉണ്ട്. ഇത് ഓൾറെഡി ഉള്ളതാണ്. ന്യൂറോ ജെനസിസ് എന്ന് വെച്ചാൽ പുതിയ ന്യൂറോണിനെ ഉണ്ടാക്കുക, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ന്യൂറോൺ നമ്മൾ ബന്ധിപ്പിക്കുക. ഈ 2 എക്സസൈസുകളാണ് നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊച്ചു ക്ലാസ്സുകളിൽ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും പഠിപ്പിക്കുന്നത്. ഒരു നമ്പർ ഫ്രണ്ടിൽ നിന്ന് പറയാൻ പറഞ്ഞിട്ട് ബാക്കിൽ നിന്നോട്ട് പറയാൻ പറയും. ഇപ്പൊ A മുതൽ Z വരെ പറയാൻ അറിയായിരിക്കും, ABCD. തിരിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? പക്ഷെ പറ്റും, നമ്മൾ ട്രൈ ചെയ്താൽ പറ്റും. അങ്ങനെ ട്രൈ ചെയ്താൽ പറ്റുമ്പോഴത്തേക്കും നമ്മൾ ഈ ന്യൂറോണിന്റെ ഫ്ലോ ഉണ്ടല്ലോ, അത് സുഗമമാവും. ഇതിപ്പോ ഒരു ഓർഡറിലെ നമ്മുടെ ലൈഫിൽ കൂടുതൽ നടക്കുന്നുള്ളൂ. ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഹെക്ടിക് ആണെന്ന് തോന്നുന്നു, മടിയാണെന്ന് തോന്നുന്നു. റിവേഴ്സോടെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കും. ഇപ്പം ഇന്നലെ നടന്ന കാര്യങ്ങളിനകത്ത് നമുക്ക് ഒരുപാട് ഫാൾട്ടുകൾ വരിച്ചിട്ടുണ്ടാവും നമ്മൾ ചെയ്ത ജീവിതത്തിൽ. നമുക്ക് തിരിച്ചൊന്ന് റിവേഴ്സ് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് മാറ്റം വരുത്താമായിരുന്നു എന്നും പറഞ്ഞ നാളെ നമ്മളതിനെ മാറ്റാൻ ശ്രമിക്കാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുട്ടികളിലോട്ട് പോവുകയാണെങ്കിൽ ഇവര് ഒരു കാരണവശാലും ഇവര് ഡിപ്രസ്ഡ് ആവില്ല.
ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഡിപ്രസ്ഡ് ആണ്. ഈ പഠനത്തിൽ മാർക്ക് കുറഞ്ഞ അപ്പോഴേ പോയി ആത്മഹത്യ ചെയ്ത കുട്ടികളൊക്കെയാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ 2011 സമയത്ത് പത്രത്തിൽ വാർത്ത വന്ന സമയത്ത് നമ്മുടെ വീടിനടുത്തൊരു മാധ്യമം പത്രത്തിലൊരു പത്രാധിപനുണ്ട്. അദ്ദേഹം ഇതിനെ നമ്മളുടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് IQ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം സംസാരിച്ച്. അങ്ങനെ ആ ഡോക്ടർ കൊറോണ സമയത്ത് മരണപ്പെട്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് 187.4 ആണെന്ന് വാല്യൂ. അത് ഭയങ്കര കൂടുതലാണ് വാല്യൂ. അപ്പം 187.4 ശരാശരി നമുക്കൊക്കെ 100ഒക്കെയാണ്, 80-100 അതെ അതെ 187.4 ആണെന്ന്. അപ്പം പുള്ളി പറഞ്ഞു. അപ്പൊ ഈ നിരീക്ഷണ പാഠവും IQ എന്ന് പറയുന്ന തന്നെ പല മേഖലകളിലാണ്. മാഗ്നസ് കാൾസന് ചെസ്സിൽ IQ ഉണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറിന് ക്രിക്കറ്റിൽ IQ ഉണ്ട്, IM വിജയൻ ചേട്ടന് ഫുട്ബോളിലാണ് IQ എന്ന് പറയുന്നത് ഒരിക്കലും മാത്സ് സ്കില്ലോ ഒന്നുമല്ല. ചിന്തിക്കുന്ന രീതി അനുസരിച്ച് അവര് ടെസ്റ്റ് നടത്തുകയാണ്. ഇന്റലിജൻസ് ക്വോഷ്യന്റ് ഉണ്ട്, ഇമോഷണൽ ക്വോഷ്യന്റ് രണ്ടാണ്. അത് രണ്ടും എങ്ങനെയായിരിക്കും വാല്യൂ ചെയ്യുന്നത്? ഇമോഷണൽ ക്വോഷ്യന്റ് ആണ് ഏറ്റവും പ്രധാനം. ഇന്റലിജന്റ് ക്വോഷ്യന്റ് ഉണ്ടാവാതിരിക്കരുത്. ഇന്റലിജന്റ് ക്വോഷ്യന്റ് ഉണ്ടാവുകയും വേണം, ഇമോഷണൽ ക്വോഷ്യന്റ് ബാലൻസ് ചെയ്ത് വേണം. കാര്യം ഈ പഠനത്തിന് ഏറ്റവും അത്യാവശ്യം ഇന്റലിജന്റ് ക്വോഷ്യന്റ് ആണ്. പക്ഷെ നമ്മൾ ഒരു ജോലി സ്ഥലത്തേക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇമോഷണൽ ക്വോഷ്യന്റ് നന്നായിട്ട് തന്നെ വേണം. മനസ്സിലാക്കി അതെ 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 ഇമോഷണൽ ക്വോഷ്യന്റിനും അളക്കാൻ പറ്റും. ഇന്റലിജന്റ് ക്വോഷ്യന്റ് അളക്കുന്ന ടെസ്റ്റുകൾ നമ്മളിപ്പോ IQVIDയുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് ഡെവലപ്പ് ചെയ്തു. ഞാൻ കുട്ടികൾക്കെല്ലാം, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കെല്ലാം അത് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൽ, ഒരു എമൗണ്ട് ഇല്ലാതെ ചെയ്താൽ ആർക്കും വേണ്ട. ഞാനത് ഡോക്ടറെ അടുത്ത്, ഇത് വൈസ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, RVPK വൈസ് എന്ന് പറയുന്ന ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മള് ചുമ്മാ ചെയ്യത്തില്ല. ഡോക്ടർമാർക്ക് പോയി കഴിഞ്ഞാൽ അവര് എന്തുകൊണ്ടാണെന്നുള്ളൊരു ഇതുണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാമെങ്കിൽ ചെയ്യുമ്പോൾ ഒരു കുറെ ബ്ലോഗ്സുകൾ കേട്ട് കുറെ ക്വസ്റ്റ്യൻസുകളാണ് ഒരു മെത്തേഡ് ഉണ്ട്, അത് എന്നിട്ട് അവർ വാല്യൂ പറയും. അപ്പൊ അന്ന് വാല്യൂ 187 പറയുന്നത്. പിന്നെ എനിക്കിതിനകത്ത് നമ്മളെപ്പോഴും IQ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് കുഞ്ഞുങ്ങളുടെ പഠന നിലവാരത്തിൽ എത്രമാത്രം സ്കില്ലുകളുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പം ഈ IQ ടെസ്റ്റിൽ ഞാനൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത്, അതിനകത്ത് 5 കാര്യങ്ങളാണ് നോക്കുന്നത്. ലോജിക്കൽ സ്കില്ല്, വർക്കിംഗ് മെമ്മറി, പിന്നെ മാത്തമാറ്റിക്സ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ്, പിന്നെ സ്പേഷ്യൽ റീസണിങ്. ഇങ്ങനെ 5-6 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഈ 5 കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, മെൻസയുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മളെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള. അതിന്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഡെവലപ്പ് ചെയ്ത്, പിന്നെ ഇപ്പോൾ കുട്ടികൾ IQ ടെസ്റ്റ് ചെയ്ത് ഞങ്ങളൊരു 600ഓളം കുട്ടികൾ IQ ടെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ നമ്മളെടുത്ത ഡാറ്റയിൽ നല്ല ആക്യുറസി ആയിരുന്നു. കാര്യം എടുത്ത കുട്ടികളുടെ IQ അവരുടെ പഠനത്തിലും അവരുടെ സ്കില്ലുകളിൽ കറക്റ്റ് മനസ്സിലാക്കാൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം സോൾവിംഗ് കൊണ്ടവന് മിടുക്കൻ തന്നെയാണ്. വർക്കിംഗ് മെമ്മറി നോക്കി, മെമ്മറി ലോസ്റ്റുള്ള കുട്ടിയെ നോക്കിയപ്പോൾ അതിനകത്ത് വാല്യൂ കുറവാണ്. അപ്പൊ നമ്മൾ ഇത് എൻബ്ലോക്ക് ആയിട്ട് തന്നെ നമ്മൾ വലിയ രീതിയിൽ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും കൊടുക്കാവുന്ന വളരെ വലിയ ഇതിലാണ് നമ്മൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കാര്യം ഇതൊരു മോണിറ്ററി ബെനിഫിറ്റ് അല്ല, നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിന്റെ മാത്രം നമുക്ക് ചിലവായ കോസ്റ്റ് മാത്രം ഇൻക്വയർ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 187.4 വന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ വാർത്ത വന്നത് കുണ്ട്ര എന്തിനായിരുന്നു. കാര്യം അന്ന് എന്തിരൻ സിനിമ ഇറങ്ങിയ സമയമാണ്. അപ്പൊ എന്തിരന്റെ പേര് വീട് നാട്ടിൽ മൊത്തം എന്തിരെന്നൊക്കെ വിളിക്കാൻ. പിന്നെ ഈ ആദ്യം ഡിജിറ്റൽ മെമ്മറൈസേഷൻ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാൻ നോക്കി ഏത് സ്കില്ലാണുള്ളത്, പുതിയ സ്കില്ലുകൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി ഇപ്പൊ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് ഇപ്പൊ ഞാൻ അറിഞ്ഞ സ്കില്ലാണ് ഈ ടൈം. നമ്മളെ ഈ സെൻസില്ലേ, നമ്മളെ ഈ സ്കിന്നിന് നമ്മളെ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത ടൈം പറയാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ലൈവായിട്ടിരിക്കും, ഇവിടെ ഒന്നും ക്ലോക്ക് ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കിന്നിനെ നമ്മളെ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത്, ഇപ്പൊ ഫോൺ ഉണ്ടോ, ഫോൺ എടുക്കാൻ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത്, നോർമൽ സംസാരിക്കുന്ന സമയമാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഇപ്പൊ സമയം. ഇപ്പൊ കറക്റ്റ് സമയം 4 അല്ലല്ലേ? അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തില്ല. ഇതിപ്പോ ഞാനിപ്പോ മുമ്പിൽ നിന്ന് അവതരിപ്പിച്ച് വിശ്വസിപ്പിച്ചതാ. പക്ഷെ ഇത് കാണുന്ന ആൾക്കാരായിരിക്കും എന്ത്, നമ്മൾ എന്താ എന്റെ കണ്ണാടിയുടെ റിഫ്ലക്ഷനിൽ കണ്ടു കാണുമോ? ഇല്ല, കാണത്തില്ല. അല്ല, അങ്ങനല്ല. ചിലരായിരിക്കും അത് ഒരു യൂണിവേഴ്സിറ്റിന്റെ ഒരു എന്താ പറയുന്ന ഇതിനാണ് നമ്മൾ ലോപനസ്ഥം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഹൈ അറിയാൻ പറ്റും. നമുക്കിങ്ങനെ അറിയാൻ പറ്റുമ്പോൾ ഇപ്പൊ 4:01 ആവാറായി, ഇപ്പൊ 38 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും ടൈം പോകുന്നതനുസരിച്ച്. ടെമ്പറേച്ചർ
ഇതെല്ലാം നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റും. സാർ അതാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് ഞാൻ പറഞ്ഞത്. ഇത് നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ലേ, മറ്റേ എക്സ്ട്രാ ടെറസ്ട്രിയലോ ഏലിയനോ. പക്ഷെ ഇതെല്ലാം സാർ ആ ഒരു ട്രെയിനിങ് അതെ അതെ, ഞാൻ അതിനുശേഷം ഞാൻ ഡെയിലി ഇത് ചെയ്തോണ്ടിരുന്നു. രാവിലെ മെഡിറ്റേഷൻ ചെയ്യും, അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു അദ്ദേഹം തന്നിട്ടുണ്ട്. പറഞ്ഞു തന്ന നോളജ്. അപ്പൊ അതുവരെയും ഐക്യു ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ 187 കിട്ടണമെന്നുണ്ടായിരുന്നു. അത് അറിയത്തില്ല, അതിനെ കുറിച്ച് അറിയില്ല. അതിന്റെ ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മള് മറ്റേ ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കാം, അല്ലാതെ ബൈ ബോൺ ബൈ ബർത്ത് ഉറപ്പായി ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ മെമ്മറി ട്രെയിനർമാർ നമ്മളെ നാട്ടിൽ ഗിന്നസ് ഒക്കെ നേടുന്ന ഒരുപാട് പേര്. അവര് ട്രെയിൻ ചെയ്ത് തന്നെ എടുക്കുന്ന, അവർ വളരെയധികം എഫോർട്ടോടെ എടുത്ത് കഷ്ടപ്പെട്ട് പീരിയഡ് ടേബിൾ പഠിച്ച ആള് ഡെയിലി ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ ഡയോക്സൈഡ്, ഫ്ലോറിൻ, നിയോൺ എന്ന് പറഞ്ഞ് ഡെയിലി അത് വായിച്ച് പഠിച്ചാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്നും രാവിലെ എണിച്ചിട്ട് ഇപ്പൊ ABCD പറയാൻ പറഞ്ഞ് നമ്മൾ സ്പീഡിൽ പറയും. കൊച്ചില് പഠിപ്പിച്ചിരിക്കുന്നുണ്ടാ, ദേശീയഗാനം നമ്മൾ തെറ്റാതെ പാടാൻ പറ്റും. ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യം സ്പീഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു പരസ്യമുണ്ട്, അതിന്റെ അതിനകത്ത് പറയുന്ന വാക്യം ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്. ആ പരസ്യം ശ്രദ്ധിച്ചാൽ മതി, അത് വർഷങ്ങളായിട്ട് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിത്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്പീഡ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ രാവിലെ ഈ ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഡെയിലി ചെയ്യാൻ തുടങ്ങി. രാവിലെ പഠിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാം രാവിലെയാണ് ചെയ്യുന്നത്. 4 മണിക്ക് ശേഷമാണ് PSCക്കൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് വീട്ടില് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ വീട്ടില് സാധാരണ കുടുംബമാണ്. ഇപ്പൊ ഒരു വീടൊക്കെ വെക്കണം. ഇപ്പൊ ജോലി മേടിച്ചാലേ വീട് വെക്കാൻ വെക്കത്തുള്ളൂ. പിന്നെ കൂടുതൽ ഫോക്കസ് അതിൽ ഡിഗ്രി ഇല്ലല്ല, അന്ന് ജോലി കഴിഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പം കൂടുതൽ ഞാൻ PSCക്ക് മാത്രം ഫോക്കസ് ചെയ്തു. എനിക്ക് ഒരു ജോലിയാണ് ഏറ്റവും പ്രധാനം. ആ സമയത്ത് എനിക്ക് അദ്ദേഹം തന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ കുട്ടികളെ ഒന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഡെവലപ്പ് ചെയ്യണം, ഇതിനെ നമ്മൾ സമൂഹത്തിൽ കൊണ്ടുവരണം, കുട്ടികൾക്ക് ഈ മാറ്റം ഉണ്ടാക്കണം, മറ്റുള്ളവർക്കും കൂടി അദ്ദേഹത്തിന്റെ പകർന്നു കൊടുക്കണം. അത് എനിക്ക് അത് ഡ്യൂട്ടീസ് പോലെ തന്നിട്ടാണ് അദ്ദേഹം പോയെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എന്റെ വീട്ടിൽ കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി, ഫീ ഒന്നും മേടിക്കാതെ. എന്നിട്ട് അവരുടെ മാറ്റങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ഇത് എത്രമാത്രം റിസർച്ച് എന്ന പോലെ ഞാൻ 800ഓളം കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു. കഴിഞ്ഞ 10-13 വർഷത്തിനുള്ളിൽ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ അവര് പോലും അറിയാതെ തന്നെ ഞാൻ ഇത് അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഇവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ, ഇവർ എത്ര ദിവസമുള്ള ഇത് പഠിക്കുന്നുണ്ടാവും. പക്ഷെ പല കുട്ടികളും രാവിലെ എനിക്ക് മടി കാണിക്കുന്നുണ്ടായിരുന്നു. മടി കാണിക്കാതെ പഠിച്ച് അവർക്ക് 5 മണിക്കെങ്കിലും എണീക്കാൻ പറയാം. ഞാൻ 7 മണി 8 മണി ഇല്ല, 7 മണി 7:30 ഒക്കെ ആകുമ്പോൾ എണീക്കും. 8 മണിക്ക് ചിലപ്പോ പോകും, 7:30 നോക്കിയിട്ടില്ല അങ്ങനെ. രാത്രി നമ്മള് തുടക്കത്തെ ഞാൻ 10 പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കറണ്ട് ഇല്ല. അതുകൊണ്ട് ഞങ്ങള് വീട്ടിലെല്ലാവരും 8 മണിയാകുമ്പോഴേ കിടക്കുന്ന സ്വഭാവം പണ്ടേ ഉണ്ട്. TV ഒന്നുമില്ല. +1 സമയത്തൊക്കെ TV ആയി, കറണ്ടായി. ആ സമയത്ത് നമ്മളൊരു 9:30 ആകുമ്പോഴത്തേനും കിടക്കും. എല്ലാവരും 10 മണിക്കുമ്പോൾ എല്ലാവരും കിടക്കും. പൊതുവെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ നേരത്തെ കിടക്കും. ഒരു 10-11 മണി എന്ന് പറഞ്ഞാൽ ഉറങ്ങും വീട്ടിലല്ലേ. അതെ അതെ അതെ. പക്ഷെ ഇപ്പോഴും ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്റെ വൈഫ് ഞങ്ങളെല്ലാവരും 8:30 ആകുമ്പോൾ കിടക്കും. നിങ്ങളിപ്പോഴും 8:30 കിടക്കും? 8:30 അല്ല 9 മണി കിടക്കും. ചിലപ്പോഴാണ് നമ്മള് ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അതൊരു 9:30 ഒന്നും പോവാറില്ല. ഞങ്ങള് കിടക്കും. മക്കളുമാർ 2 പേര് എനിക്ക്. അവർ 2 പേരും 8:30 ആകുമ്പോൾ അവര് കിടക്കും. കാര്യം മോൻ പഠിക്കുന്ന അമൃത വിദ്യാലയത്തിൽ. അപ്പൊ അവർക്ക് രാവിലെ 8 മണിക്കാണ് ക്ലാസ്. 6:45 പോകണം. അപ്പൊ ഇവന് രാത്രി കിടന്ന് ഇവൻ രാവിലെ എണ്ണിക്കും. 5 മണിയാകുമ്പോൾ എണ്ണിക്കും. മോൻ എണ്ണിക്കും. ഇന്ന് മോള് രാവിലെ എണ്ണിച്ച്. അപ്പൊ ഈ ഞങ്ങളെല്ലാം എണ്ണിക്കുമ്പോ ഇവിടെ എണ്ണിച്ച് വരും. നമ്മൾ കിടത്തി ഉറക്കാൻ ശ്രമിക്കും. ഞാൻ മക്കളോടൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ രാവിലെ എണ്ണിക്കണം. പക്ഷെ അവൻ 5:30 എണ്ണിച്ചാലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് അവനിപ്പോ അത് ശീലമായി. അവനൊരു പ്രശ്നമില്ല. ഞായറാഴ്ച ആയാലും ഇതിപ്പോ നമ്മൾ റുട്ടീൻ ശീലിക്കുമ്പോൾ നമ്മൾ ഞായറാഴ്ച ആയാലും എണ്ണിച്ചു പോകും. അപ്പൊ ഈ കുണ്ടറിൽ എന്തെന്ന് പറഞ്ഞ സമയത്തൊക്കെ ഈ ഒരുപാട് PSC ടെസ്റ്റുകൾ എഴുതി. എനിക്കെല്ലാം മിക്ക ടെസ്റ്റുകളും എനിക്ക് ആദ്യം എഴുതിയ ടെസ്റ്റ് തന്നെ കിട്ടിയായിരുന്നു എനിക്ക് PSCയിൽ. അതിനകത്ത് ഞാൻ പോയില്ല. ജയിൽ വാർഡനായിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം എളുപ്പമായിരുന്നു. PSC ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും നമുക്ക് ഈ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ട്രാക്ക് ചെയ്യാൻ കൂടുതൽ എളുപ്പമാണ്. അപ്പൊ ഇത് ഞാൻ പിന്നെ കുറെ നാളെ PSC കോച്ചിങ് എടുക്കാൻ പോയി കുട്ടികൾക്ക് മാത്സിന്റെ. എന്നുവെച്ചാൽ എല്ലാ മേഖലകളിലും ഞാൻ പഠിപ്പിച്ചു നോക്കി. എന്നിട്ട് എന്റേതായിട്ടുള്ള സിസ്റ്റം അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിച്ചു. ഇത് എങ്ങനെ ചെയ്താൽ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരു ജോലിയായിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഞാനൊരു 37ഓളം പരീക്ഷ എഴുതിയിട്ടുണ്ട്. അത് 33 ലിസ്റ്റ് വന്നായിരുന്നു. 37 PSC എക്സാം എഴുതി. അത് 3-4 കിട്ടിയില്ല. എന്നുവെച്ചാൽ മെയിൻസ് കിട്ടാതെ പോയി, അങ്ങനെ കിട്ടാതെ പോയി. ഒരു 3-4 കിട്ടിയില്ല. ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതൊക്കെ എഴുതിയിട്ടുണ്ട്?
IBT ഈ ഒരു കഴിവുണ്ടെങ്കിലേ IB കിട്ടിയായിരുന്നു, IB കിട്ടി. എൻഫോഴ്സ്മെന്റ് കിട്ടിയായിരുന്നു, സിവിൽ സർവീസ് ഞാൻ ഇന്റർവ്യൂ ഫെയിൽ ആയി പോയതാ, കിട്ടിയ 2 വർഷം കിട്ടിയായിരുന്നു. ഓക്കെ പിന്നെ ബാങ്ക് അടച്ച എഴുതി കിട്ടിയായിരുന്നു, അത് ഞാൻ ജോലിക്ക് പോയില്ല. ഓക്കെ. പിന്നെ റെയിൽവേ എഴുതിയിട്ടില്ല. പിന്നെ ഈ അവസാനം 2009 ഈ ഫോറസ്റ്റിന്റെ ഒരു ഫോറസ്റ്റർ തസ്തിക നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഈ തസ്തിക എഴുതി കഴിഞ്ഞ ഇത് കിട്ടിയതിനു ശേഷം ആദ്യം ഞാൻ ഫോക്കസ് ചെയ്ത പരീക്ഷയാണ് ഈ ഫോറസ്റ്റർ. കഴിഞ്ഞ 2009 വിളിച്ച പരീക്ഷ, നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷെ ഇതിന്റെ പരീക്ഷ എഴുതാൻ സമയം താമസിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആ ജോലി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. എനിക്ക് ഇതിനകത്ത് റിസർച്ച് ചെയ്യാനും ഇതിനെ ഡെവലപ്പ് ചെയ്യാനും ഞാൻ തീരുമാനിച്ചു. ഈസി ആയിട്ടുള്ള ജോലിയൊക്കെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഞാനൊരു 9 വർഷം 10 വർഷത്തോളം ജോലി ചെയ്തു. ഇത് ജോലി ചെയ്ത സമയത്ത് വെച്ചാല് നമ്മള് വനംവകുപ്പിൽ ജോലി ചെയ്ത സമയത്ത് ഞാൻ ആദ്യം ബുക്കുമായിട്ടാണ് പോകുന്നത്. തേക്കടി. അന്ന് തേക്കടി ജോലി ചെയ്ത സമയത്ത് നമ്മൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹം ഞാൻ ബുക്കുമായിട്ട് പോകുന്നത്. അപ്പം അപ്പൊ ഈ പഠിക്കുന്ന ജോലിക്കല്ലേ പ്രാധാന്യം കൊടുക്കണ്ടേ. അപ്പൊ ഫ്രീ കിട്ടും പഠിക്കാം. മുഖവും ഉൾക്കാട്ടിലാണ് ജോലി, 4 സ്റ്റാഫേ ഉള്ളു, റേഞ്ച് ഒന്നുമില്ല, 10-15 കിലോമീറ്റർ നടക്കണം അവിടെ ഇല്ല. കാട്ടി രാവിലെ ഇതിലും പോണം, പെട്രോളിങ്ങിനൊക്കെ പോണം. പെട്രോളിങ്ങിന് നടന്നാ പോകുന്നത്. നടന്ന് വീട്ടിൽ തിരിച്ചു വന്നിട്ട് വല്ലതും കഴിക്കും. ഞാൻ എന്നിട്ട് ഇതിന് നോക്കി. അപ്പൊ ആൾക്കാരോട് ഒരിക്കലും ഇതാണെന്ന് പറഞ്ഞിട്ടില്ല, ഇതിന് വേണ്ടി ചെയ്യാറ് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെ എങ്ങനെയും ഒരു സിലബസ് ആക്കി ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് ബുക്കുമായിട്ടാണ് പോകുന്നത്. ഇവര് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് PSCക്ക് പഠിക്കുന്നു, അത് പഠിക്കുന്നൊക്കെ പറഞ്ഞിരിക്കും. ഇത് ഒരാൾക്ക് പോലും എന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു. പലർക്കും അറിയുന്നത്. ശരിക്കും ആ ഒരു കരിയറിനോട് പാഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു വനംവകുപ്പിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടെയാണ് അത് എടുത്തത് തന്നെ, ആ ജോലി തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ അതിനകത്ത് നമുക്ക് ടൈം കിട്ടുമായിരുന്നു, ഫ്രീ ടൈം കിട്ടുമായിരുന്നു. എൻജോയ് ചെയ്ത് നല്ല പ്രകൃതി ഭംഗിയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങൾ യാത്രയായിരുന്നു. അയ്യോ ഇല്ലല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്, കടുവയൊക്കെ ഒരു തവണ കണ്ടിട്ടുണ്ട്, ഒറ്റ തവണ. പെരിയാർ ടൈഗർ റിസർവ് ജോലി ചെയ്ത സമയത്ത് ടൈഗർ റിസർവ് അടുത്തുണ്ട് ടൈഗറിനെ. ഒന്നും ചെയ്തില്ല, ഇല്ല, അത് ഷൈ അനിമല, അത് അങ്ങ് പോയി. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കുറവാണ്. ഒത്തിരി പേര് നമ്മളൊന്ന് കാണുകയും ചെയ്തു ഒരു ബിസിനസ് ആക്കാനൊക്കെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയത്തിൽ എത്തുന്ന രീതിയിലുള്ള ആരും വരുന്നില്ല. ഓരോരുത്തരും വന്ന് അവരൊരു ആശയം പറയുന്നു എന്നല്ലാതെ. അപ്പൊ ഇതിനെ ഡെവലപ്പ് ചെയ്യപ്പെടുത്ത ഒരാള് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാന് കൊറോണ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു, ഇത് ചെയ്യാം, ഇനി വൈകിക്കാതെ ചെയ്യണം. കാര്യം എനിക്ക് വനംവകുപ്പ് ജോലി ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് അത്യാവശ്യമായിരുന്നു. അപ്പൊ ട്രെയിനിങ്ങിന്റെ സമയം നീണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്കൊരു നല്ലൊരു ഓഫർ വന്നായിരുന്നു. എനിക്ക് ഇതുമായിട്ട് വന്നു. ഈ പത്രത്തിൽ ന്യൂസ് വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കമ്പനികൾ ഓഫർ വന്നു. അപ്പൊ ഞാൻ അതൊന്നും പോയൊന്നുമില്ല വലുതായിട്ട്. കാര്യം ഓരോ ഓഫർ ഞാൻ സ്വീകരിക്കത്തില്ല. എനിക്ക് വേണ്ടുന്ന ഓഫർ ഇതാണ്, ഈ ഒരു കാര്യത്തെ എഡ്യൂക്കേഷൻ ലെവലിൽ എത്തിക്കണം. IQED എന്നാണ് എന്റെ പേര്, ഞാൻ ഇട്ട പേര്, ഇന്റലിജന്റ് ക്വോഷ്യന്റ് എഡ്യൂക്കേഷൻ ഡിസൈൻ. അതാണ് എന്റെ ആ പദ്ധതിയുടെ പേര്. അപ്പൊ അതിന് എന്നെ കൊണ്ട് മാത്രം പറ്റില്ല. കാര്യം എന്റെ ഈ നോളജും എന്റെ ഈ ടെക്സ്റ്റ് ബുക്കും അല്ല പ്രധാനം. ഇതിന് പറ്റുന്നൊരു സംരംഭകൻ ഒരാൾ വരണം, സ്റ്റാർട്ടപ്പ് ആക്കിയോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനെ കുറിച്ച് വലിയ നോളജും ഇല്ല, ബിസിനസിനെ പറ്റി ഐഡിയ ഇല്ല. അങ്ങനെ ഇരുന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് ഞാൻ പിന്നെ ട്രാൻസ്ഫർ ആയി, മറയൂർ സാണ്ടലിൽ പോയി. അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്ത ദുരേന്നൊക്കെ ഡ്രൈവർ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. ഞാൻ വണ്ടിക്കകത്ത് രാത്രിയില പെട്രോളിംഗ് ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് ഒരു ഓൺലൈൻ ടെലിഗ്രാമിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഞാൻ അതിനകത്ത് ഈ നോട്ട്സുകൾ ഷെയർ ചെയ്യുന്നത് കുട്ടികളായിട്ട്. കണക്ഷൻ ഉണ്ട് ഫുൾ ടൈം കണക്ഷൻ ഉണ്ട്. ടെലിഗ്രാമിൽ ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് അറേഞ്ച് ചെയ്ത്. എന്നിട്ട് മറയൂരിൽ ഞാൻ അവിടുത്തെ ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരു PSCയുടെ ക്ലാസ്സുകളും അറേഞ്ച് ചെയ്തു. അവർക്ക് ബുക്സുകൾ എത്തിച്ചു കൊടുത്ത്. എനിക്കതൊരു ഒരു പാഷൻ ഉണ്ടായിരുന്നു, കുട്ടികളെ എത്തിക്കുക, നോളജ് എത്തിക്കുക എന്നുള്ളത്. ഒരുപാട് സോഷ്യൽ സർവീസ് എന്ന ആംഗിളിലും ഞാൻ ചിന്തിച്ചു. ഇതിനകത്ത് തന്നെ ഒരു കാര്യം, നമ്മൾ ഈ എഡ്യൂക്കേഷനകത്ത് ഈ ഒരു ഭാഗം ഞാൻ ഇപ്പോഴും അത് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു സാധ്യത വന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഐക്യു ടെസ്റ്റ് ഞാൻ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഫീൽഡ് പഠിക്കാൻ പറ്റും, അത് ഒരുപാട് ട്രിക്ക് ഉണ്ട്. നമ്മൾ ഈ മെമ്മറി ട്രെയിനേഴ്സ്മാർ ചെയ്യുന്ന സ്റ്റോറി ഒക്കെ ആയിട്ട് പഠിക്കും. ഹൈഡ്രജനെ ഹായ് എന്ന് പറയും, ഹീലിയത്തിനെ എച്ചി എന്ന് വിളിക്കും. പിശുക്കി ഹായ് എച്ചി. എച്ചിയുടെ പേര് ലിഥിയം. അവിടെ ഒരു പെറുക്കി തിന്നി ബെറീലിയം, വട്ടപ്പേരിക്കിട്ട് അവളെ ഭയങ്കര ബോറോൺ. അവൾക്കൊരു കാറുണ്ട്, കാർബൺ.
അത് നൈറ്റ് കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ ഇങ്ങനെ കഥയുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പഠിക്കും.